الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير لك من الأولى ബഹുമാനിയായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുന്നു. നമ്മളെല്ലാം സാമൂഹ്യമായി ജീവിക്കുന്നവരെന്ന നിലക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടവരാണെന്നും ആ സഹായം എന്നത് സാമ്പത്തികമായ സഹായം മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും നമ്മൾ കൂട്ടുചേർന്ന് ജീവിക്കേണ്ടവരാണ്. അതിൽ പ്രത്യേകിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ നല്ല മാർഗത്തിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടാവുന്ന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുകയും വേണം എന്ന അർത്ഥത്തിലേക്ക് നമ്മുടെ സഹായം, പരസ്പര സഹായം വികസിപ്പിക്കേണ്ടതുണ്ട് എന്ന് ആണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. വതആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യകരമായ കാര്യങ്ങൾ ചെയ്യുവാനും പുണ്യ തഖ്വയുടെ അടിസ്ഥാനത്തിലുള്ള ജീവിതം ജീവിക്കാനും നിങ്ങൾ പരസ്പരം സഹായിക്കണം. അപ്പോ മറ്റൊരാൾക്ക് സാധാരണ നിലക്കുള്ള സാമ്പത്തിക സഹായമോ മറ്റു സഹായമോ കൊടുക്കുന്നതിൻ്റെയും അപ്പുറത്ത് മറ്റൊരാൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ഒരാളെ തിന്മയിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതുമെല്ലാം നമ്മുടെ തആവുൻ, സഹായം എന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. അതിന് എല്ലാവർക്കും സാധിക്കും. സുഹൃത്തുക്കൾക്ക് പരസ്പരം, കുട്ടികളെ സുഹൃത്തുക്കളായ ചങ്ങാതിമാരെ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും.
സതുപദേശം നൽകാൻ കഴിയും, അധ്യാപകർക്ക് കഴിയും, മുതിർന്നവർക്ക് കഴിയും, വീട്ടിൻ്റെ ഉടമസ്ഥന്മാർക്ക് വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ നല്ല മാർഗത്തിലേക്ക്, ബിർറും തഖ്വയും ഉള്ള മാർഗത്തിലേക്ക് സഹായിക്കാൻ കഴിയും. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റുകയാണ് അള്ളാഹു ഇത്തരം വചനങ്ങളിൽ കൂടി നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ചിന്തിക്കാനുള്ളത് പരിശുദ്ധ റമദാനിന്റെ അടുത്തെത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ്. എല്ലാ കാര്യത്തിലും, നമ്മുടെ ജീവിത കാര്യത്തിലൊക്കെ നമ്മൾ ഒരു ക്രമീകരണവും ഒരു മുന്നൊരുക്കവും നടത്താറുണ്ട്. എന്ത് കാര്യമാണെങ്കിലും പരീക്ഷയ്ക്ക് കുട്ടികൾ ഒന്നുകൂടി പഠിക്കാൻ സമയം കണ്ടെത്തും. കുറച്ചുകൂടി അവരെ പഠിപ്പിക്കാൻ അധ്യാപകരും അതുപോലെ ഉത്തരവാദപ്പെട്ടവരും ചെയ്യാറുണ്ട്. നമ്മളെ വീട്ടിലൊരു എന്തെങ്കിലും ഒരു പ്രത്യേകമായ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വീട്ടുകാരെല്ലാവരും ഒരു മുന്നൊരുക്കം നടത്താറുണ്ട്. ഒരു യാത്ര പോവുകയാണെങ്കിൽ ഒരു മുന്നൊരുക്കം നടത്താറുണ്ട്. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ പോലും ഒരു മുന്നൊരുക്കമുണ്ടല്ലോ. ഇത് പരിശുദ്ധ റമദാനിന്റെ കാര്യത്തിൽ മറ്റെന്തിനേക്കാളും കൂടുതൽ നടത്തേണ്ട ഒരു സമയമാണ് ഇത്. ഒരു പട്ടിക, ഒരു സമയബന്ധിതമായ ജീവിത പട്ടിക റമദാനിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എല്ലാ ദിവസവും നമുക്ക് 24 മണിക്കൂർ തികയാത്തവരാണ്. എന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങാടികളിലോ അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലോ സമൂഹത്തിന്റെ പൊതുകാര്യത്തിലോ അതല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലോ നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും നോക്കാനുള്ള പരിചരണത്തിലോ ഒക്കെ നമ്മൾ ധൃതിയുള്ളവരാണ്. ആർക്കും സമയം കിട്ടാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു കുറച്ചു സമയമെങ്കിലും നമ്മളൊരു ചെറിയൊരു ക്രമീകരണം നടത്തി റമദാനിന്റെ കാലത്ത് ഒരുപാട് ഖുർആൻ ഓതി തീർക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി നമ്മൾ ഇബാദത്തുകളിലേക്ക് വരേണ്ടതുണ്ട്. കുറെ കൂടി ദാനധർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ഏതൊരു വിഷയത്തിലാണെങ്കിലും ഒരു മുന്നൊരുക്കം കുട്ടികളും വലിയവരും ഒക്കെ നടത്തേണ്ട ഒരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വിശേഷിച്ചും സക്കാത്തിന്റെ കാര്യത്തിൽ നമ്മളൊരു മുന്നൊരുക്കം നടത്തണം. എല്ലാവരും റമദാനിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. സക്കാത്ത് കൊടുക്കേണ്ടത് തന്റെ കയ്യിൽ എന്നാണോ അള്ളാഹു നിശ്ചയിച്ച ഒരു പരിധിയിൽ സമ്പത്തുണ്ടായത് ആ സമ്പത്തിന് ഒരു വർഷം തികയുമ്പോൾ സക്കാത്ത് കൊടുക്കണം. അതാണ്. കൊല്ലത്തിലൊരിക്കലാണ് സമ്പത്തിന്റെ സക്കാത്ത്, നമ്മുടെ വരുമാനങ്ങളുടെ സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് വട്ടം കൊടുക്കേണ്ടതില്ല. ഒരിക്കൽ കൊടുത്താൽ മതി. നിർബന്ധമായ സക്കാത്തില്ല. പക്ഷെ അതിനും വേണം ചില കയ്യും കണക്കും ചില തീരുമാനങ്ങളും ചില ചിന്തകളുമെല്ലാം നമ്മൾ ഒരുക്കി വെക്കേണ്ടത്. റമദാൻ ഒരു കച്ചവടം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങിയത് ഏത് മാസത്തിലാണോ ആ മാസം മുതൽ 12 മാസം ഹിജറ വർഷം തികയുമ്പോൾ, ഹിജറ മാസം തികയുമ്പോൾ അവൻ ആ കച്ചവടത്തിന്റെ ലാഭമായാലും നഷ്ടമായാലും ആ കച്ചവട വസ്തു അവന് എത്ര ഉണ്ട് അത് നിശ്ചിതമായ പരിധി, സക്കാത്തിന്റെ പരിധിയുണ്ടോ, സക്കാത്ത് കൊടുക്കണം. എന്റെ കച്ചവടം എനിക്ക് നഷ്ടമാണ്, 10 കോടി മുടക്കിയിട്ട് ഇപ്പോ 3 കോടിയേ ഉള്ളൂ എന്നതുകൊണ്ട് നഷ്ടലാഭത്തിന്മേലല്ല നമ്മൾ കച്ചവടത്തിനോ എന്തിനും സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ സക്കാത്ത് നമ്മൾ കൃത്യമായി, അതൊരു ഇസ്ലാമിന്റെ 5 കാര്യങ്ങളിലൊന്നാണല്ലോ സക്കാത്ത്. നമ്മൾ മുസ്ലിം ആവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് കൊടുക്കാത്തവരെ പറ്റി പഠിപ്പിച്ചിട്ടുള്ളത്.
ആദ്യമായി ഇസ്ലാമിൽ നബിയുടെ മരണശേഷം ആദ്യമായി ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരിടേണ്ടി വന്നത് സക്കാത്ത് കൊടുക്കാത്തവരോടുള്ള യുദ്ധത്തെയാണ്, മുസ്ലിങ്ങളല്ലാത്തവരോടുള്ള യുദ്ധമല്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്. അതൊക്കെ മുസ്ലിമീങ്ങളെ മദീനത്ത് ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന ഭീഷണി വഴിക്ക് വന്നപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചതാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ വേറൊരു ചിത്രമാണ് ഉണ്ടായത്. ഇസ്ലാമിനോട് ശത്രുതയും കാര്യമൊക്കെ മറ്റുള്ളവർക്കുണ്ടായിരുന്നെങ്കിലും മുസ്ലിങ്ങളായി അതുവരെ ജീവിച്ച കൂട്ടര് ഇനി ഞങ്ങൾ മുസ്ലിങ്ങളായി ജീവിക്കാൻ സക്കാത്ത് കൊടുക്കൂല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ സക്കാത്തിന്റെയും നമസ്കാരത്തിന്റെയും ഇടയിൽ വേർതിരിച്ചുകൊണ്ട് ജീവിക്കും, നിസ്കരിച്ചു കൊള്ളാം, സക്കാത്ത് കൊടുക്കൂല. ലാ മുഫർരിഖു ബൈന സ്വലാത്തി വസ്സക്കാത്തി, നിസ്കരിച്ചോളാം നിങ്ങൾ പറയുന്നു, സക്കാത്ത് കൊടുക്കൂല എന്ന് പറയുന്നു. ഇത് രണ്ടിന്റെയും ഇടയിൽ ഞാൻ വേർതിരിവ് കാണിക്കൂല, രണ്ടും മുസ്ലിം ആവേണ്ട നിർബന്ധമായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു യുദ്ധം പ്രഖ്യാപിച്ചത് എന്നാണ് ചരിത്രത്തിൽ. അപ്പൊ വളരെ പ്രധാനമായി മുസ്ലിങ്ങളായി ജീവിക്കാൻ ആ ബാധ്യതയുള്ളവർക്ക് സക്കാത്തിന്റെ വിഹിതം അവന്റെ കയ്യിൽ ഉള്ളവർക്ക് അത് നിർബന്ധം. അധിക മനുഷ്യന്മാരും എല്ലാ ഇബാദത്തും ഹജ്ജും നോമ്പും ഒക്കെ നമ്മൾ ചെയ്യുമെങ്കിലും മറ്റുള്ളവർക്ക് നൽകേണ്ട ബാധ്യതകളുടെ കാര്യത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്ന നമ്മളൊക്കെ തന്നെ വളരെ പിന്നിലാണ്. പിന്നെ നമ്മൾ കൊടുക്കും, എന്തിനെങ്കിലൊക്കെ നിർബന്ധിത സാഹചര്യത്തിൽ വലിയ വിരിവുകാര് വരുമ്പോൾ ഭീമമായ സംഖ്യ കൊടുക്കേണ്ടടുത്ത് നമ്മൾ കൊടുക്കാറുണ്ട്, കുറഞ്ഞത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കാറുണ്ട്. അവിടെയൊക്കെ ഒരു മുൻഗണനാക്രമമില്ലാതെ ആളുകൾക്കനുസരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ തന്നെയാണ് മുസ്ലിങ്ങൾ. ഒരുപക്ഷെ ലോകത്ത് മുസ്ലിങ്ങളോളം ദാനധർമ്മം ചെയ്യുന്ന ഒരു സമൂഹവും ലോകത്തില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരു പ്രശ്നത്തിലും ഒരു പണമില്ലാത്തത് കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എല്ലാവരും കൂടി ദാനധർമ്മം ചെയ്യും. പക്ഷേ സക്കാത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ദാനധർമ്മം മാത്രമല്ല, അതൊരു നിർബന്ധമായ കർമ്മമായി നമസ്കരിക്കുന്നത് പോലെ കുറയാണ്ട് നിസ്കരിച്ചാൽ പോരല്ലോ. അത് 5 വഖത്തും അതിന് കൃത്യമായ റക്അത്തുകളും വേണ്ടേ. അപ്പോ നമ്മൾ കൃത്യത ആ വിഷയത്തിൽ പാലിക്കാൻ റമദാൻ അല്ല സക്കാത്ത് കൊടുക്കേണ്ടതെങ്കിലും പൊതുവെ മുസ്ലിങ്ങളുടെ ഇടയിൽ ദാനധർമ്മം ചെയ്യാനും ഒരു മനസ്സ് വരുന്ന, എല്ലാവരും ചോദിക്കാൻ വരുന്നവരും വാങ്ങാൻ വരുന്നവരും കൊടുക്കാൻ തയ്യാറുള്ളവരും റമദാനിലേക്ക് നീട്ടിവെക്കുന്ന ഒരു പതിവുണ്ടായത് കൊണ്ടാണ് നമ്മൾ റമദാനിൽ ഒരുപാട് നമസ്കരിക്കുന്നു, ഒരുപാട് ഖുർആൻ ഓതുന്നു, ഒരുപാട് പ്രാർത്ഥിക്കുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ സക്കാത്ത് എന്ന നിർബന്ധമായ കാര്യത്തെപ്പറ്റി നമ്മൾ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. മൻ നഫസ അൻ മുസ്ലിമിൻ ഖുർബത്തൻ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ആഖിറ. ദുനിയാവിലെ ഒരു ഖുർബത്ത്, ഒരു ബുദ്ധിമുട്ട് ഒരു മനുഷ്യന് അല്ലാഹു തആല, ഒരു മുസ്ലിം ദുനിയാവിൽ മറ്റൊരു മുസ്ലിമിന്റെ പ്രയാസം തീർത്തു കൊടുത്താൽ, സക്കാത്ത് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാനുള്ളത്. സാമൂഹ്യ സേവനത്തിന് ഒരുപാട് ക്ലബുകളും സൊസൈറ്റികളും മനസ്സംഘടനകളും ഒക്കെ നമുക്കുണ്ട്. അതവിടെ നമുക്ക് പല കാര്യത്തിലും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ് സന്ദർഭത്തിനനുസരിച്ച്. പക്ഷെ മുസ്ലിം സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവൻ മുസ്ലിമായി എന്നതുകൊണ്ട് അവന് ആ നാട്ടിലെ മുസ്ലിങ്ങളുടെ സക്കാത്ത് വിഹിതത്തിന് അർഹതയുണ്ട്. അവനാണ് അതിന്റെ അർഹതയുള്ള, ആ സ്വത്തിന്റെ അർഹൻ അവനാണ്. ആ സ്വത്ത് കയ്യിൽ വെച്ച ഉടമസ്ഥനല്ല. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആ സമ്പത്ത് അത് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത് ഏത് സ്വത്താണ്? സക്കാത്ത് കൊടുത്ത് തീർക്കേണ്ട 2.5% അത് അള്ളാഹു നിങ്ങളുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്. അത് പാവങ്ങൾക്ക് കൊടുത്തയച്ചതാണ് അള്ളാഹു. നമ്മളെ കയ്യിൽ കൂടി കൊടുത്തയച്ചതാണ് സക്കാത്ത് കൊടുത്ത് വീട്ടേണ്ട സമ്പത്ത്.
അതോടൊപ്പം ചിലപ്പോൾ സക്കാത്തിന്റെ 2.5-ക്കാളും ചിലപ്പോൾ 10%, 20% നമ്മൾ ദാനധർമ്മങ്ങളായി കൊടുക്കേണ്ടി വരും. അതിന്റെ നിർബന്ധിത സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളെ ബാധ്യതയാണ്. പക്ഷെ ഇത് മുസ്ലിമായി കിട്ടാൻ ഏതൊരാളും കൊടുത്തേ തീരൂ. അതല്ലെങ്കിൽ ഹലാലായ ഭക്ഷണം കഴിച്ച് മരിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസാഇലി വൽ മഹ്റൂം. വിശ്വാസികളെ പറ്റി അള്ളാഹു പറഞ്ഞപ്പോ പറഞ്ഞെന്താ? ഒഫി അംവാലിഹിം, അവർ നമസ്കരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവിനോട് വിനയം കാണിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ആരാധനാകർമ്മങ്ങളിലൊക്കെ നിഷ്ഠയുള്ളതുപോലെ തന്നെ അവരുടെ സമ്പത്തിലും അർഹതയുള്ള ചോദിച്ചു വരുന്നവനും അതുപോലെ അല്ലാഹു തആല ശേഷി നൽകാത്ത ദരിദ്രന്മാർക്കും കൃത്യമായ വിഹിതം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. അല്ലാത്ത ആളുകളെ അള്ളാഹു പറയുന്നത് അവർക്ക് വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. സക്കാത്ത് കൊടുക്കാൻ അർഹതയുള്ള ഒരാള് ആ സംഖ്യ അത് എത്രയാവട്ടെ അത് അവൻ കൊടുത്ത് തീർത്ത് തന്റെ സമ്പത്തിനെ ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടിടത്ത് ചെലവഴിക്കാതെ ആ സക്കാത്തിന്റെ വിഹിതം സ്വന്തമായി സൂക്ഷിച്ചു വെക്കുന്നവന് പരലോകത്ത് അവർക്കുള്ള സന്തോഷം ശിക്ഷയാണ്, നരകമാണ്. അവർക്ക് പരലോകത്ത് സ്വർഗത്തിൽ കടന്ന് സന്തോഷിക്കാൻ കഴിയില്ല. അദാബുന്നലീം, വേദനാജനകമായ ശിക്ഷയാണ്. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും വദൂഖൂ മാ കുൻതും തക്നിസൂൻ. അവർ കൊടുക്കാൻ ബാക്കി വെച്ച സമ്പത്തിനെ അല്ലാഹു തആല നരകത്തിലിട്ട് കരിച്ച് പാളികളാക്കി, ലോഹപ്പാളികളാക്കി അവനെ നരകത്തിലിട്ട് ചൂടാക്കി കരിച്ചു കളയും ആ സമ്പത്ത് കൊണ്ട്. സഹോദരന്മാരെ, സകാത്ത് കൊടുക്കാത്ത സമ്പത്ത് നമ്മളെ ശരീരത്തിൽ തന്നെ നാശത്തിന് കാരണമാകും എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ മനുഷ്യന്റെ പ്രകൃതത്തിൽ ഊട്ടപ്പെട്ടതാണ് പിശുക്ക്, സ്വാഭാവികമാണ്. അതാണ് നബിയുടെ മരണത്തോടുകൂടി ആദ്യമുണ്ടായ പ്രശ്നം അത് തന്നെ. അതായത് എല്ലാം ചെയ്തോളാം, പക്ഷെ പരിശ്രമ തൊട്ട് കളിക്കരുത്, പണത്തിന് തൊട്ട് കളിക്കരുത് എന്നാണ് കുറെ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് ചരിത്രം പഠിപ്പിച്ച ആളുകൾ സക്കാത്തിൽ വിസമ്മതിച്ചെന്ന കാരണം സാമ്പത്തികമായ കാര്യത്തിൽ പിശുക്ക് കാണിച്ചു എന്നാണ്. എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവരോട് അല്ലാഹു തആല പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ തസക്ക വഖദ് ഖാബ ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ശുദ്ധിയാവണം. അത് അഫ്ലഹ മൻ തസക്ക, അത് വിശ്വാസപരമായ ശുദ്ധിയാവണം, ശാരീരികമായ ശുദ്ധിയാവണം, നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും നിങ്ങൾക്ക് ശുദ്ധിയാവണം, നിങ്ങൾ തിന്നുന്നതും കുടിക്കുന്നതിലും നിങ്ങൾ ശുദ്ധി വേണം. നോമ്പ് കഴിഞ്ഞ ഉടൻ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ കൽപ്പിച്ച ഈ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. നോമ്പ് കഴിഞ്ഞ് ഒരു മാസം ഒരുപാട് പണിയെടുത്തിട്ട് പിന്നെ ഒരു സക്കാത്ത് കൂടി കൊടുക്കണം, ശുദ്ധിയാവണം, അവനെ വിജയിക്കുകയുള്ളൂ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമസ്കരിക്കണം, എന്നാലേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഭൗതികമായ സുഖങ്ങളും അവിടെയുള്ള നേട്ടങ്ങളുമാണ് നിങ്ങൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. പരലോകമാണ് നിങ്ങൾക്ക് സൂക്ഷ്മമായിട്ടുള്ളതും പുണ്യമായിട്ടുള്ളതും ഗുണകരമായിട്ടുള്ളതും. അതുകൊണ്ട് സക്കാത്തിന്റെ കാര്യത്തിൽ ഖുർആൻ തിരിച്ചും മറിച്ചും നിങ്ങൾ ശുദ്ധിയാവണം, ചൂടാക്കി കളയും, അതുകൊണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. എന്നാലോ അതിന് അല്ലാഹു തആല വളരെ ലളിതമായ ഒരു കൽപ്പന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അതായത് 200 ദിർഹം വെള്ളിയുടെ വില വരുന്ന പണം ഒരു കൊല്ലം നിങ്ങളുടെ കയ്യിൽ, കൊല്ലത്തിൽ ഒരിക്കൽ നിങ്ങളുടെ കയ്യിൽ മിച്ചമുണ്ടെങ്കിൽ
200 ദിർഹം വെള്ളിയുടെ പണം. ഈ സമ്പത്ത് ഓരോ ദിവസവും അതിന്റെ ഓരോ രാജ്യത്തും ഓരോ കാലഘട്ടത്തിലും സമ്പത്തിന്റെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മളൊക്കെ ഉറുപ്പ്യന്നെ എത്ര ഒരു മാസത്തില് 100 ഉറുപ്പിക ശമ്പളം കിട്ടിയിരുന്ന ആള് സുഖമായി ജീവിച്ച് മിച്ചമിച്ചിരുന്നില്ലേ? ഇപ്പൊ 1 ലക്ഷം കിട്ടിയാലും അവന് സുഖമായി ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം സമ്പത്തിന്റെ മൂല്യ ശോഷണമുണ്ട്. ചിലയിടത്ത് സമ്പത്തിന്റെ മൂല്യം കൂടുന്നുണ്ട്. നബിയുടെ കാലത്ത് നബി പറഞ്ഞത് അന്നത്തെ സമ്പത്തിന്റെ മൂല്യം 200 ദിർഹമാണ്, 200 വെള്ളി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മളുടെ വെള്ളി കൊണ്ട് കണക്കാക്കി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 45,000 ഉറുപ്പിക വില വരുന്ന 590 ഗ്രാം അല്ലെങ്കിൽ ഒരു 50,000-ന്റെ പുറത്ത് വില വരുന്ന സംഖ്യയാണ് ഇന്നത്തെ സക്കാത്തിന്റെ നിസാബ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു കൊല്ലത്തിലൊരിക്കൽ, ഇപ്പൊ റമദാനാണെങ്കിൽ റമദാന് വന്നപ്പോ നമ്മുടെ കയ്യിലുള്ള കാശ് നമ്മൾ എന്തെങ്കിലും തരത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനിയിലോ മറ്റു സ്ഥലങ്ങളിലോ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ കാശ്, അതുപോലെ നമുക്ക് പലതരത്തിലും വിറ്റുവരവായി കിട്ടുന്ന നമ്മുടെ കാശ്, ഇന്ന ആളിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള എന്റെ കാശ് എല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കിയാൽ 590 ഗ്രാം വെള്ളിയുടെ വില വരുന്ന സംഖ്യ ഈ റമദാൻ 1-ന് എന്റെ കയ്യിൽ, ഞാൻ റമദാൻ അല്ല സക്കാത്തിന്റെ കണക്ക്, പക്ഷേ റമദാനിലാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നു എന്നതിനാൽ റമദാൻ 1-ന് എന്റെ പല വരുമാനവും കൂടി ഒരു 590 ഗ്രാം വെള്ളിയുടെ 50,000-ഓ അതിന്റെ അറൗണ്ടിലോ ഉള്ള കാശ് നമ്മുടെ കയ്യിൽ ആർക്കും കണക്കെടുക്കാനില്ലാതെ നമ്മുടേതായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 2.5% മാറ്റിവെക്കണം, പാവങ്ങൾക്ക് കൊടുക്കണം. അതാണ് ഇസ്ലാമിന്റെ നിയമം. വളരെ ലളിതമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് അവരുടെ സക്കാത്ത് കൊടുക്കേണ്ടത്. അവരാണ് അതിന്റെ ഉത്തരവാദിത്വം. സ്വർണത്തിനൊക്കെ ഇന്ന് ഏറെ വിലയുള്ള കാലഘട്ടമാണ്. ഓരോ വീട്ടിലും കുട്ടികളും മക്കളുള്ള ആളുകളാണെങ്കിൽ ഓരോ വീട്ടിലും കുട്ടികളുടെ കാലിലെ ആഭരണം, കഴുത്തിലെ ആഭരണം, അതുപോലെ കയ്യിലെ ആഭരണമൊക്കെ മുറിഞ്ഞതും പൊട്ടിയതുമൊക്കെ സൂക്ഷിച്ചു വെച്ചതുണ്ടാവും കുറെ കാലങ്ങളായി. നമ്മളത് വിറ്റ് ചില സന്ദർഭത്തിൽ വിറ്റ് കാശാക്കാൻ വേണ്ടി. അതൊക്കെ ഇന്നത്തെ കാലത്ത് കൂട്ടി നോക്കുകയാണെങ്കിൽ ഒരു 2 ഗ്രാം ആണെങ്കിൽ പോലും വലിയ വില വരുന്ന സമ്പത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഭരണം ധരിക്കുന്ന സമയത്ത് ധരിച്ച സ്ത്രീകളോട് പറഞ്ഞത് 20 മിസ്കാൽ നിങ്ങളുടെ കയ്യിൽ ആഭരണമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കുക, സ്വർണമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്നാണ്. ആഭരണം ഇസ്ലാം അനുവദിച്ചു സ്ത്രീകൾക്ക്. പക്ഷെ 20 മിസ്കാൽ തേഞ്ഞാൽ കൊടുക്കണം കേട്ടോ. 20 മിസ്കാൽ എന്ന് പറയുന്നത് നമ്മുടെ 84 ഗ്രാമാണ്, 10.5 പവനാണ്. ഒരുപക്ഷെ നമ്മൾ സ്ത്രീ ആഭരണം ധരിക്കേണ്ടവളാണ്, ധരിക്കാൻ അനുമതിയുള്ളവളാണ് എന്ന അർത്ഥത്തിൽ അത്രയും ആഭരണത്തിന്റെ പുറമെ 1 ഗ്രാം ഉണ്ടെങ്കിൽ പോലും മൊത്തം കണക്ക് കൂട്ടി, ഇന്നൊക്കെ കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ സഹിക്കാനാവാത്ത വിലയുള്ള കാലഘട്ടത്തിൽ വലിയ സംഖ്യ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അത് കൊടുക്കണം തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അത് എത്ര മാനസിക വിഷമവും കൈവിറക്കുന്ന അവസ്ഥ ഉണ്ടായാലും അത് കൊടുത്ത് തീർക്കാതിരുന്നാൽ പരലോകത്ത് നമുക്ക് സന്തോഷമില്ല, നരകമല്ലാതെ. അപ്പൊ സഹോദരങ്ങളെ, ഒന്ന് കണക്ക് കൂട്ടി ഇതൊന്നൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ചിന്തിക്കാൻ മാത്രമുള്ള ഗഹനമായ വിഷയങ്ങളൊന്നുമല്ല. നമ്മളുടെ കയ്യിലിരിക്കുന്ന ഏത് തരത്തിലുള്ള കൂലിപ്പണിക്കാരൻ മുതൽ വലിയ ശമ്പളക്കാരൻ വരെയുള്ള ആളുകൾക്ക് കിട്ടുന്ന വരുമാനം വർഷത്തിലൊരിക്കൽ ഇത്രയും സംഖ്യ മിച്ചമായി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, അത് നമ്മുടെ ക്രെഡിറ്റിൽ ഏതെങ്കിലും നിലക്ക് ഉണ്ടെങ്കിൽ അതിന്റെ 2.5%, അതിനനുസരിച്ച് 50,000 ഉറുപ്പിക ഉണ്ടെങ്കിൽ അതിന്റെ കണക്കുണ്ടാവും. അല്ല 50 കോടിയാണെങ്കിൽ അതിനുണ്ടാവും. സക്കാത്ത് കൊടുത്ത് തീർക്കണം. ആ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അള്ളാഹു നമ്മൾ ഈ നമസ്കാരവും നോമ്പും റമദാനിനെ കാത്തിരുന്നുള്ള ഇബാദത്തുകളും ഒക്കെ നിർവഹിച്ചാലും അതിനേക്കാളെല്ലാം വലിയ ഒരു ശിക്ഷ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് റമദാനിലുള്ള ഒരുക്കം നമ്മളെല്ലായിടത്തും പള്ളികൾ ഒരുങ്ങുന്നുണ്ട്. നമ്മളൊക്കെ ചെറിയ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളിൽ കൂടി ഒരുങ്ങുന്നുണ്ട്. എല്ലാവർക്കും അറിയാം. നമ്മളതിനെ സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കണം. അതുപോലെ നമ്മുടെ വീടുകൾ ഒരുങ്ങുന്നുണ്ട്, പല നിലക്കും ഒരുങ്ങുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരുക്കത്തോടൊപ്പം നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതും അത് രുചികരമാവണമെങ്കിൽ നല്ലത് വാങ്ങണം.
പക്ഷേ പഠിച്ചവന്റെ അടുക്കൽ രക്ഷപ്പെടണമെങ്കിൽ ആ തീറ്റയും കുടിയും നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഗുണകരമാകണമെങ്കിൽ അത് ഹറാമായി തീരാതിരിക്കാൻ നമ്മൾ സക്കാത്ത് അത് കൊടുക്കണം എന്നാണ്. അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം കൂടി വേണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സക്കാത്ത് കാലി സമ്പത്തിലുണ്ട്. വിളകളായി ഭക്ഷ്യവസ്തുക്കൾ, നമ്മളെ നെല്ല്, ഗോതമ്പം, ഈ ജാതി വിഷയത്തിലൊക്കെ സക്കാത്തുണ്ട്. നമ്മളെ സമൂഹത്തിൽ പ്രത്യേകിച്ചും ഇപ്പൊ ഇവിടെയുള്ള ഈ സർക്കിളിലൊക്കെ ഒരുപാട് നെല്ലുണ്ടായി. അതിന് സക്കാത്ത് കൊടുക്കേണ്ട 300 സാഴ്, ഒരു 6 കിൻഡൽ ഒരാൾക്ക് നെല്ലുണ്ടെങ്കിൽ അതിന്റെ 5-1 താനെ ഉണ്ടായതാണെങ്കിൽ, അല്ലെങ്കിൽ മഴ പെയ്ത് നനഞ്ഞുണ്ടായതാണെങ്കിൽ 10-1 കൊടുക്കണമെന്നാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു അത്യാവശ്യ വിഭവങ്ങള്. നമ്മള് അരി നെല്ലൊക്കെ അരി തിന്നുന്നുണ്ടെന്ന് കരുതി നമ്മൾ നെല്ല് വിളയിക്കുന്നവരല്ല. അതുകൊണ്ട് പ്രത്യേകം പറയുന്നില്ല. അതല്ല, അത്രയും ക്വാണ്ടിറ്റി നെല്ല് വിളയുന്നുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. കാലി സമ്പത്ത് സക്കാത്ത് കൊടുക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒട്ടകങ്ങളും ആടുകളൊക്കെ ആയിരുന്നു വലിയ സമ്പത്ത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നതില്ല. പിന്നെ നമ്മൾ അടക്ക, തേങ്ങ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സമ്പത്തുകളുണ്ട്. അതൊക്കെ പലപ്പോഴും അതിന്റെ സക്കാത്തിന്റെ പരിധി എത്തിക്കൊള്ളണമെന്നില്ല. അതൊക്കെ നമ്മുടെ സമ്പത്തിലേക്ക് കൂട്ടിയാൽ ശമ്പളം കിട്ടിയ വക, കൂലിപ്പണിയുടെ വക, ടാക്സി ഓടിച്ച വക, മറ്റു തരത്തിൽ അതിന് കുറച്ച് തേങ്ങ വിറ്റ വക, അടക്ക വിറ്റ വക, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു സംഖ്യ 595 ഗ്രാം 595 ഗ്രാം വെള്ളിക്ക് അതത് കാലഘട്ടത്തിലുള്ള വില എത്രയാണോ അത്രക്കുള്ള സമ്പത്ത് എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കണം എന്ന ഒരറിവ് നമ്മൾ സമ്പാദിച്ചു വെക്കണം. കൊടുക്കുന്നതും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാശ് ആർക്ക് കൊടുത്താലും പരമദരിദ്രനാണെങ്കിൽ പോലും ദൂർത്തടിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മള് വെറുതെ കാശ് കളഞ്ഞ് അവന് ദൂർത്തടിക്കാൻ കൊടുക്കരുത്. മനുഷ്യന്മാരുടെ അടിസ്ഥാനപരമായ അവന്റെ ഭക്ഷണം, അവന്റെ വസ്ത്രം, അവന്റെ ചികിത്സ, അവന്റെ വീട്, താമസം, ഇതൊക്കെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മളൊരാളെടുത്ത് 10,000-10,000 കൊടുത്താൽ അത് അവന്റെ ഭക്ഷണത്തിനും ഉണ്ടാവില്ല, അവന്റെ കുട്ടികൾക്ക് ഉറങ്ങാനുള്ള വീടും ഉണ്ടാക്കൂല. അത് ദൂർത്തടിച്ച് കളയുന്ന ഒരു ചീത്ത സമ്പ്രദായം പൊതുവേ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ പള്ളി കേന്ദ്രമാക്കി വളരെ കാലങ്ങളായി സക്കാത്ത് കൃത്യമായി നിർവഹിച്ചു പോരുന്നുണ്ട്. കൃത്യമായി പാവങ്ങളുടെ വീട്ടിൽ ഭക്ഷണം റേഷൻ പോലെ നമ്മൾ എത്തിക്കുന്നുണ്ട്, ആരും അറിയാതെ. അതുപോലെ തന്നെ ചികിത്സ അവരറിയാതെ ഒരു പരിധി വരെ അവരുടെ ആശുപത്രി ബില്ലുകൾ നമ്മൾ സഹിക്കുന്നുണ്ട്, നമ്മളത് കൈകാര്യം ചെയ്യുന്നുണ്ട്. പലരുടെയും വീട് മുഴുവൻ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ലെങ്കിലും നല്ല ഒരു ഭാഗമെങ്കിലും അത് സഹായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു കൂട്ടമായി ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പൊതുരംഗത്ത് മതപഠനം നടത്തുന്ന കേന്ദ്രങ്ങൾ, അത് സക്കാത്തിന് അർഹതയുണ്ട്. പാവങ്ങളാണെങ്കിൽ അവർക്ക് ആജാതി കേന്ദ്രങ്ങൾ നമ്മൾ സഹായങ്ങൾ ചെയ്യണം. ഇനി അതൊന്നുമല്ല, പല ആളുകളും, പാവപ്പെട്ട ആളുകൾ റമദാനായിട്ട് നമ്മുടെ വീടുകളിൽ വരും. അത് നമ്മൾ സത്യസന്ധത നോക്കി, സൂക്ഷ്മത നോക്കി നമ്മൾ ആളുകൾക്ക് സഹായിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഹറാമായ സ്വത്ത് എന്റെ കുട്ടികൾക്കും എനിക്കും തിന്നാൻ തിന്നുന്ന എന്റെ മക്കള് എന്റെ കയ്യിൽ നിന്ന് ഹറാമ് തിന്നുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്, ഒരിക്കലും ഉണ്ടാവരുത് എന്നൊരു നിഷ്ഠ വെച്ചുകൊണ്ട് നമ്മൾ റമദാനിനെ ഇബാദത്തിന് ഒരുങ്ങുന്ന പോലെ നമ്മളെ സാമ്പത്തികമായ ബാധ്യതകൾ പരിഹരിക്കാനും നമ്മൾ ഒരുങ്ങണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മജീദ് മാഷ് നെല്ലൂര് ആശുപത്രിയിലായിട്ട് 2 ആഴ്ചയായി. വളരെ വിഷമകരമായ രോഗമാണ്. അൽഹംദുലില്ലാഹ് ശരിയായി വരുന്നുണ്ട്. നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പോലെയുള്ള നമ്മുടെ എല്ലാ ദുആക്ക് വസിയത്ത് ചെയ്ത എല്ലാ സഹോദരി സഹോദരന്മാരുടെയും രോഗങ്ങൾ മാറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ സഹോദര സഹോദരികളുണ്ട്, അവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും അവരുടെ കാലശേഷം അല്ലാഹു
ശാന്തിയും സമാധാനവും നല്ല ജീവിതവും നൽകുമാറാവട്ടെ. നമുക്കെല്ലാം നല്ല സാലിഹായ ഈമാനോടുകൂടിയുള്ള ജീവിതവും ഈമാനോടുകൂടിയുള്ള മരണവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അതൊരു ശിക്ഷയ്ക്ക് കാരണമാകാതെ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിയും തൗഫീഖും അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.